ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട അവ്യക്തത നിലനിൽക്കുമ്പോഴും കോപ്പർ ഇമ്പോർട്ടിന് മുകളിൽ 50% താരിഫ് ഏർപ്പെടുത്തിയിട്ടും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ഡോ ജോൺസ് 0.6ഉം S&P 0.4ഉം നാസ്ഡാക്ക് 0.2%വുമാണ് ഉയർന്നത്. ടെക്നിക്കലി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 25,400 എന്ന ക്രൂഷ്യൽ സപ്പോർട്ട് നഷ്ടപ്പെടുത്തുകയും മാർക്കറ്റിൽ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റിന് ശേഷം ബ്രേക്ക് ഡൗൺ കാണാൻ സാധിക്കുകയും ചെയ്തു. 25,300, 25,200 തുടങ്ങിയ സോണുകൾ വരും സമയങ്ങളിൽ മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. 25,500 ആയിരിക്കും ഇനിയുള്ള പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ അവിടെ നമ്മൾക്ക് ഒരു ലോങ് ബിയറിഷ് ക്യാൻഡിൽ കാണാൻ സാധിക്കും. അതേസമയം ഷോർട്ട് ടൈമിൽ ട്രെൻഡ് ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണ്. കാരണം മാർക്കറ്റ് 20-യുടെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ 25,285 മുകളിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഷോർട്ട് ടൈമിൽ മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് പോസിറ്റീവ് തന്നെയാണ്. 25,300, 25,200 തുടങ്ങിയ ലെവലുകൾ പ്രധാന സപ്പോർട്ടായും 25,550 പ്രധാന റെസിസ്റ്റൻസായും വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും 25,400 എന്ന ലെവൽ റീക്ലെയിം ചെയ്തില്ല എങ്കിൽ മാർക്കറ്റിൽ ഒരു സ്ട്രക്ചറൽ ബ്രേക്ക് ഡൗൺ വരാനുള്ള പോസിബിലിറ്റി കൂടും. ഇനി കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട TCS, ആനന്ദ് റാട്ടി, ടാറ്റ എലാക്സി തുടങ്ങിയ സ്റ്റോക്കുകൾ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. TCSൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ മാർക്കറ്റ് എസ്റ്റിമേഷൻ ഇൻ ടേംസ് ഓഫ് റവന്യൂ കമ്പനി മിസ് ചെയ്തിട്ടുണ്ട്. 64,627 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് 63,437 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനിക്ക് നേടാൻ സാധിച്ചത്. എബിറ്റ 1% ഇടിഞ്ഞ് 15,601 കോടിയിൽ നിന്നും 15,514 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 24.2 നിന്നും 24.5 ഇംപ്രൂവ് ആവുകയും ചെയ്തു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തു. 12,251 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 12,760 കോടിയുടെ പ്രോഫിറ്റ് കമ്പനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ $12.2 ബില്യൺ നിന്നും $9.4 ബില്യൺ ഇടിഞ്ഞു. ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂവിലുണ്ടായ ഇടിവും കമ്പനിയുടെ റവന്യൂവിലുണ്ടായ ഇടിവുമാണ് TCSൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലെ ഏറ്റവും വലിയ നെഗറ്റീവ് റിമാർക്കുകൾ. ആനന്ദ് റാട്ടിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 23% വർദ്ധിച്ച് 222 കോടിയിൽ നിന്നും 274 കോടിയിലേക്കെത്തി. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 23% വളർച്ചയും ഇയർ ഓൺ ഇയറിൽ 15% വളർച്ചയും കമ്പനി കൈവരിച്ചു. നെറ്റ് പ്രോഫിറ്റ് 73 കോടിയിൽ നിന്നും 93 കോടിയിലേക്ക് ഉയർന്നു. 27% വർധനവാണ് പ്രോഫിറ്റിൽ കമ്പനി നേടിയിരിക്കുന്നത്. അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 27% വർദ്ധിച്ച് 87,797 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ഇറാഡയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 36% വർദ്ധിച്ച് 508 കോടിയിൽ നിന്നും 691 കോടിയിലേക്കെത്തി. അതേസമയം പ്രോഫിറ്റ് 35% ഇടിഞ്ഞ് 384 കോടിയിൽ നിന്നും 247 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഗ്രോസ് NPA 2.45 നിന്നും 4.13%, നെറ്റ് NPA 1.35 നിന്നും 2.06% ഉയർന്നതും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു കൺസേൺ തന്നെയാണ്. കൂടാതെ കോസ്റ്റ് ബോറോവിംഗ് 7.61% നിന്നും 7.41% കുറഞ്ഞപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 3.27 നിന്നും 3.6% ഇംപ്രൂവ് ആയി. ടാറ്റ എലാക്സിയുടെ ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനിയുടെ റവന്യൂ 1.8% ഇടിഞ്ഞ് 908 കോടിയിൽ നിന്നും 892 കോടിയിലേക്കെത്തി. എബിറ്റ 11% ഇടിഞ്ഞ് 182 കോടിയിൽ നിന്നും 162 കോടിയിലേക്ക് എത്തുകയും പ്രോഫിറ്റ് 16% ഇടിഞ്ഞ് 172 കോടിയിൽ നിന്നും 144 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. സെഗ്മെൻ്റൽ പെർഫോമൻസ് നോക്കിയാൽ മീഡിയ, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ സെക്ടറുകളിൽ 5% റവന്യൂ ഡൗൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ്സിൽ നിന്നുള്ള റവന്യൂ 5% ഉയരുകയും ചെയ്തു. 2,237 കോടി രൂപയുടെ ഫണ്ട് റൈസിംഗ് പ്ലാൻ റിജക്റ്റ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സി എൻ്റർടൈൻമെൻറ്റ് എൻ്റർപ്രൈസസ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. ക്യാൻസർ, ഓട്ടോ ഇമ്മ്യൂൺ തുടങ്ങിയവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഡ്രഗ് മാനുഫാക്ചർ ചെയ്യാൻ ഗ്ലോബൽ ലൈസൻസ് ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്ലെൻമാർക്ക് ഫാർമ എന്ന സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. വെസ്റ്റേൺ കാരിയർ എന്ന കമ്പനി ഗുജറാത്തിൽ ഗതിശക്തി മൾട്ടി മോഡൽ കാർഗോ സെറ്റപ്പ് കൺസ്ട്രക്ഷൻ പൂർത്തീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ വെസ്റ്റേൺ കാരിയേഴ്സ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. PC ജുവലർ എന്ന കമ്പനി വാറണ്ട് വഴി 500 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബാങ്ക് ഓഫ് ബറോഡ MCLR റേറ്റ് 5 ബേസിസ് പോയിൻറ്റ് കുറച്ചതുകൊണ്ട് ബാങ്ക് ഓഫ് ബറോഡ എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. പട്ന എയർപോർട്ടിൽ ടെർമിനൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കോൺട്രാക്ട് ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ക്രിസ്റ്റൽ ഇൻ്റഗ്രേറ്റഡ് എന്ന കമ്പനിക്ക് 20 കോടി രൂപയുടെ കോൺട്രാക്റ്റ് ലഭിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ
ടിറ്റാഗർ റെയിൽ സിസ്റ്റം എന്ന കമ്പനി 200 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ടാറ്റ സ്റ്റീൽ എന്ന കമ്പനി ഫോറിൻ കമ്പനിയായ ടി സ്റ്റീൽ ഹോൾഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 124 കോടി ഷെയറുകൾ 1074 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ടാറ്റ സ്റ്റീലും മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്